നെഹ്റു ട്രോഫി വള്ളംകളി ആവേശമായിരുന്നു. വില്ലേജ് ബോട്ട് ക്ലബിന്റെ മിന്നും പ്രകടനമായിരുന്നു. പക്ഷേ അന്ന് അവിടെ ഒരു വലിയ വിവാദമുണ്ടായത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിരണം ബോട്ട് ക്ലബിന് എതിരെ നടുഭാഗത്തിനെതിരെയൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പല ക്ലബ്ബുകളും ഈ നടുഭാഗത്തിനെതിരെ അന്ന് പരാതിയുമായി വന്നു. അനുവദനീയമായതിലും കൂടുതൽ പ്രൊഫഷണൽസിനെ മറ്റു സംസ്ഥാനങ്ങളിൽ നിറക്കി എന്നതായിരുന്നു പരാതി. നെഹ്റു ട്രോഫി വള്ളംകളിയിലെ പരാതി പരിഹരിക്കാൻ ഉടൻ യോഗം ചേരും. ചട്ടലംഘനം നടത്തിയെന്ന് പരാതി ലഭിച്ച 6 വള്ളങ്ങൾക്കും 3 വെപ്പ് വള്ളങ്ങൾക്കും ബോണസ് നൽകണോ എന്ന് പരിശോധിക്കും. ജൂറി ഓഫ് അപ്പീലിന്റെയും അമ്പയറുടെയും തീരുമാനം നിർണായകമാകും. നിലവിൽ ചുണ്ടൻ വിഭാഗത്തിൽ 1ാം സ്ഥാനം മാത്രമാണ് പ്രഖ്യാപിച്ചത്. ആദ്യ 9 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്കാണ് CBL യോഗ്യത ലഭിക്കുക. പ്രമുഖ ക്ലബ്ബുകൾ അയോഗ്യരാക്കിയാൽ ലീഗിനെയും അത് ബാധിക്കുമെന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, നടുഭാഗം ചുണ്ടനെതിരെയാണ് വ്യാപകമായ പരാതി വന്നത്. അപ്പോൾ ഇതടക്കം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കളക്ടർ അന്ന് തന്നെ ഇത് പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഫൈനൽ മത്സരത്തിൽ നടുഭാഗത്തെ ഒഴിവാക്കിയില്ല. ഭാഗ്യത്തിന് നടുഭാഗം 1ാം സ്ഥാനത്ത് എത്തിയില്ല. BBC ആണ് 1ാം സ്ഥാനത്ത് എത്തിയത്. അപ്പോൾ ഈ വിഷയം ഗൗരവമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണോ? അങ്ങനെ 25% കൂടുതൽ ഇതര സംസ്ഥാനക്കാരായ പ്രൊഫഷണൽസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബോണസ് ലഭിക്കില്ലേ? അവർ ഈ CBL നിന്നൊക്കെ പുറത്താവുന്ന അവസ്ഥ ഉണ്ടാവുമോ? അതായത് അരുൺകുമാർ, പുന്നമടയെ തീപിടിപ്പിക്കുന്ന വള്ളംകളി അവസാനിച്ചെങ്കിലും അതിന്റെ പുക ഇതുവരെ അടങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. ആ രീതിയിൽ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. അതായത് പറയുന്നത് പോലെ ഏറ്റവും പ്രധാനമായ അന്ന് ഉയർന്ന ആരോപണം ഈ പ്രൊഫഷണൽസുകളെ ഉൾപ്പെടുത്തിയതായിരുന്നു. 25% സാധാരണഗതി ഉൾപ്പെടുത്താൻ അനുവാദമുള്ളത്. പക്ഷേ അതിലധികം പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തി എന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം. പ്രത്യേകിച്ച് PBC പുന്നമട, അതായത് പുന്നമട ബോട്ട് ക്ലബിനെതിരെയായിരുന്നു ഏറ്റവും കൂടുതൽ ആരോപണം ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാൻ അന്ന് തന്നെ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. നിലവിൽ ഇപ്പോഴും 1ാം സ്ഥാനം മാത്രമാണ് നൽകിയത്. മറ്റ് സ്ഥാനങ്ങളൊന്നും തന്നെ ഇതുവരെ ആർക്കാണെന്ന കാര്യത്തിലും അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അക്കാര്യങ്ങളിലേക്ക് അടക്കം വ്യക്തത വരണമെങ്കിൽ ഈ മത്സരിച്ച വള്ളങ്ങളിൽ ഈ പ്രൊഫഷണലുകളെ എത്ര ഉൾപ്പെടുത്തിയിരുന്നു, പരാതികളൊക്കെ തന്നെ കൃത്യമായി പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം NDBR അടക്കം അറിയിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ പരാതിയിൽ 6 ചുണ്ടൻ വള്ളങ്ങൾക്കും ഒപ്പം 3 വെപ്പ് വള്ളങ്ങൾക്കുമെതിരെയാണ് പരാതിയുള്ളത്. ഈ സാധാരണഗതിയിൽ CBLലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഈ 1 മുതൽ 9 വരെയുള്ള അത്തരം ആ സ്ഥാനങ്ങൾ നേടിയ വള്ളങ്ങളെയാണ്. ആ രീതിയിൽ 9 വരെയുള്ള ചുണ്ടൻ വള്ളങ്ങളെയാണ് CBLലേക്ക് തിരഞ്ഞെടുക്കുക. ഈ സാഹചര്യത്തിൽ നിലവിൽ പരാതി നിൽക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് PBC പുന്നമട അടക്കം പരാതി നേരിടുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഇത്തരത്തിൽ CBLലേക്ക് തിരഞ്ഞെടുക്കുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലേക്ക് അടക്കം പരിശോധന ആവശ്യമാണ്. ഉടൻ തന്നെ ജൂറി ഓഫ് അപ്പീൽ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരും. അതുമായി ബന്ധപ്പെട്ട് യോഗം വിളിക്കാൻ വേണ്ടി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. താങ്ക് യു. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.